നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. ആഗോളതലത്തിൽ മരണത്തിന് കാരണമാകുന്ന ഏറ്റവും വലിയ പകർച്ചവ്യാധികളിലൊന്നാണ് ട്യൂബർകുലോസിസ്. പ്രാഥമികമായി ശ്വാസകോശത്തെ ബാധിക്കുന്ന മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണിത്. വൈദ്യശാസ്ത്ര രംഗത്ത് ഗണ്യമായ പുരോഗതികൾ ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും മാരകമായ പകർച്ചവ്യാധികളിലൊന്നായി TB ഇന്നും തുടരുന്നു. നേരത്തെ രോഗം കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് TBയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന ഘടകം. ഇപ്പോഴിതാ TB ചികിത്സാ രംഗത്ത് മുന്നേറ്റം കുറിക്കുന്ന ടെസ്റ്റാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത്. പരമ്പരാഗതമായുള്ള പരിശോധനയ്ക്ക് പകരം സ്വാബ് ടെസ്റ്റിലൂടെ TB നിർണയം നടത്തുന്ന രീതിയാണിത്. ടൂലെയിൻ സർവകലാശാലയിലെയും വാഷിംഗ്ടൺ സർവകലാശാലയിലെയും ഗവേഷകരാണ് ഈ ടങ് സ്വാബ് ടെസ്റ്റ് ടൂള് വികസിപ്പിച്ചിരിക്കുന്നത്. 1 മണിക്കൂറിനുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കുന്ന ടൂളാണ് ഗവേഷകർ വികസിപ്പിച്ചത്. ലാബ് സംവിധാനങ്ങൾ പരിമിതമായ ഗ്രാമപ്രദേശങ്ങളിലും കമ്മ്യൂണിറ്റി ക്ലിനിക്കുകളുമൊക്കെ പുതിയ രീതി കൂടുതൽ ഫലപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് കുട്ടികൾ, പ്രായമായവർ, HIV രോഗികൾ തുടങ്ങിയവരിൽ കൂടുതൽ ഗുണകരമാകുന്നതാണ് പുതിയ രീതിയെന്ന് ആരോഗ്യ വിദഗ്ധരും വ്യക്തമാക്കിയിട്ടുണ്ട്. നാവിൻ്റെ ഉപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയാണ് ആദ്യഘട്ടം. TBക്ക് കാരണമാകുന്ന ബാക്ടീരിയയായ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസിനെ കണ്ടെത്താൻ കഴിവുള്ള മോളിക്കുലാർ ടെസ്റ്റിംഗ് ഉപകരണം ഉപയോഗിച്ച് ഈ സാമ്പിൾ ആദ്യം തന്നെ വിശകലനം ചെയ്യും. സങ്കീർണമായ ലബോറട്ടറി സേവനങ്ങളില്ലാതെ തന്നെ രോഗനിർണയം നടത്താം എന്നതാണ് പുതിയ രീതിയെന്ന് ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കുന്നുണ്ട്. പുതിയ ടെസ്റ്റിലൂടെ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും വിവിധ രാജ്യങ്ങളിലെയും നടത്തിയ പരിശോധനയിൽ രോഗനിർണയത്തിൽ വലിയ തോതിലുള്ള കൃത്യത കാണിച്ചുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്.